Welcome to all. I am Satish Kumar. വയറിംഗ് മെയിൻ്റനൻസ് ആൻഡ് ടെക്നിക്സ് എന്ന വിഷയത്തിലെ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു സീരീസ് ടെസ്റ്റിംഗ് ബോർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇവിടെ നമുക്കൊരു സീരീസ് ടെസ്റ്റിംഗ് ബോർഡ്, അതായത് നമ്മൾ ഈ എക്യുപ്മെന്റ്സോ ഫാനുകളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വയറിംഗ് ഇൻസ്റ്റലേഷൻ നമ്മൾ വയറിംഗ് ചെയ്താൽ പോലും അതിന് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റിംഗ് ബോർഡ് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഒരു 2-way സ്വിച്ച്. ഞാനത് 2-way സ്വിച്ചിനെ തിരിച്ചും മറിച്ചും കാണിച്ചിരിക്കുന്നതിനുള്ളൂ. ഒരു 2-way സ്വിച്ച്, നമുക്കൊരു 2-in-1 സോക്കറ്റ്, 6 ആംപിയറിന്റെ ഒരു 2-in-1 സോക്കറ്റ്, ഒരു ലാമ്പ് ഹോൾഡറും അതിന്റെ കൂടെ ഒരു ലാമ്പ്, ഇൻകാൻഡസെന്റ് ലാമ്പ്, ബൾബ് തന്നെ വേണം. അല്ലാതെ LED ലാമ്പോ മറ്റൊന്നും നമുക്ക് ടെസ്റ്റ് ലാമ്പായിട്ട് ഉപയോഗിക്കരുത്. കാര്യം നമുക്ക് ഒരു ഇതിന്റെ വെളിച്ച വ്യത്യാസം അറിയണമെങ്കിൽ നമുക്ക് ഇൻകാൻഡസെന്റ് ലാമ്പ് തന്നെ ആവശ്യമാണ്. പിന്നെ ഒരു 3-core കോഡ് വയർ വിത്ത് 3-pin ടോപ്പ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഈ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടാക്കാൻ വേണം. പിന്നെ ഒരു ടെസ്റ്റിംഗ് സ്വിച്ച് ബോർഡ് വേണം. അത് ഞാനിപ്പോ ഇതിനകത്ത് പറയുന്നില്ല. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് വയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ സാധനങ്ങളെല്ലാം അടുക്കി വെച്ചു. അതിനുശേഷം 2-way സ്വിച്ചിന്റെ സെന്ററിലെ പിന്നിലേക്ക് നമ്മുടെ ഫേസ് വയർ കൊണ്ട് കൊടുത്തു. അതിനുശേഷം മുകളിലത്തെ പിന്നിൽ നിന്ന് നമ്മൾ നേരെ ഒരു വയർ, 2-way സ്വിച്ചിന്റെ മുകളിലത്തെ പിന്നിൽ നിന്നൊരു വയർ ഹോൾഡറിന്റെ ഒരു പിന്നിലേക്ക് കൊണ്ട് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ആ ഹോൾഡറിന്റെ അടുത്ത പിന്നിൽ നിന്നും സോക്കറ്റിന്റെ വലതുവശത്തെ പിന്നിലേക്ക് വയർ കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ 2-way സ്വിച്ചിന്റെ താഴത്തെ പോയിന്റിൽ നിന്നും ഒരു വയർ എടുത്ത് ഈ ഹോൾഡറിൽ നിന്നും വന്ന് സോക്കറ്റിൽ കൊടുത്ത അതേ പിന്നിൽ തന്നെ, അതായത് സോക്കറ്റിന്റെ വലതുവശത്തെ പിന്നിൽ തന്നെ ഇതിന് പാരലായിട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഒരു ന്യൂട്രൽ വയർ, ബ്ലാക്ക് വയറിൽ കാണുന്നുണ്ട്, ന്യൂട്രൽ വയർ സോക്കറ്റിന്റെ ഇടതുവശത്തെ പിന്നിൽ കൊടുത്തിട്ട് നേരെ വയർ കൊണ്ടുവന്ന് നമ്മുടെ 3-pin പ്ലഗ് ടോപ്പിന്റെ ഇടതുവശത്തെ പിന്നിൽ, അതിനകത്ത് സോക്കറ്റിലൊക്കെ എഴുതിയിട്ടുണ്ടാവും N എന്ന്, ആ N-നകത്തേക്ക് നമ്മൾ കണക്ട് ചെയ്തു. അതുപോലെ തന്നെ ഒരു പച്ച വയർ നിങ്ങൾ കാണുന്ന ഒരെണ്ണമാണ് നമ്മൾ എർത്ത് വയറാണ്, കോഡ് വയറിനുള്ള എർത്ത് വയറാണ്. അത് നമ്മൾ നേരെ കൊണ്ടുവന്ന് നമ്മൾ എർത്ത് പിന്നിലും കണക്ട് ചെയ്തു. അപ്പൊ ഇത്രയും ആയപ്പോൾ നമ്മുടെ വയറിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ 2-way സ്വിച്ച് മുകളിലേക്ക് ആകുമ്പോൾ സപ്ലൈ ഡാർക്ക് ഗ്രേയിൽ കാണുന്ന വയർ, ഡാർക്ക് റെഡിൽ കാണുന്ന വയർ നേരെ ഹോൾഡറിലെത്തി, ഹോൾഡറിലെ ബൾബിന്റെ ഫിലമെന്റിനകത്തൂടെ കടന്ന് സോക്കറ്റിലെത്തി. സോക്കറ്റിന് ഏതാണ് നമ്മൾ എന്ത് ലോഡാണ് കണക്ട് ചെയ്യുന്നത്, ആ ലോഡ് വഴി നേരെ ന്യൂട്രലിലേക്ക് എത്തി, ന്യൂട്രൽ വഴി ടെസ്റ്റ് ചെയ്തു. അപ്പം ഈ ലാമ്പിന് സീരീസ് ആയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനം വർക്ക് ചെയ്യുന്നത്. ഇനി ഈ സാധനം ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലാമ്പ് ഡിം ആയിട്ടാണ് വർക്ക് ചെയ്തത്, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ അത് ബ്രൈറ്റ് ആവും. ഇപ്പൊ ഡിം ആയിട്ടാണ് വർക്ക് ചെയ്തത്, കുഴപ്പമില്ല അതുകൊണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യുകയില്ല, ആ ലാമ്പ് കത്തുകയില്ല. ഇനി ഇത് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന ലോഡ് വളരെ ഹൈ ആംബിയർ ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ ഒരു ബൾബൊക്കെ കൊടുത്തു കഴിഞ്ഞ്, ഇൻകാൻസൽ ലാമ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ലാമ്പ് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആവും. അപ്പോൾ ഷോർട്ടാണെന്നൊന്നും വിചാരിക്കരുത്. എങ്കിലും നമുക്ക് ആ രീതിയിൽ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു 100 വാട്ട്സിന്റെ ലാമ്പാണ് എപ്പോഴും ബെറ്റർ. ഇപ്പൊ ഇങ്ങനെ വളരെയധികം കിട്ടാറില്ലാന്ന് തോന്നുമെങ്കിലും ചുരുക്കം ചില ഷോപ്പുകളിൽ ഇപ്പോഴും അത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 2-way സ്വിച്ച് താഴേക്ക്, ഇപ്പൊ ഈ പിക്ചറിൽ കാണുന്ന അതേപോലെ താഴേക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മൾ ആ റെഡ് വയർ നേരെ ആ ബൾബിന്റെ പിന്നിൽ വന്ന അതേ റൈറ്റ് സൈഡിൽ തന്നെ കണക്ഷൻ വരികയും, ഇപ്പോൾ ഇവിടെ ബൾബ് എന്ന് പറയുന്ന സാധനം ഡെഡ് ആണ്. ഈ സപ്ലൈ തിരിച്ച് നേരെ ഹോൾഡർ വഴി വന്ന് 2-way സ്വിച്ചിന്റെ മുകളിലത്തെ ലെവലിൽ വന്ന് നിൽക്കാറുണ്ട്. പക്ഷെ എങ്കിലും ഇപ്പോൾ ഡയറക്റ്റ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന സോക്കറ്റിലേക്ക് സപ്ലൈ ഡയറക്റ്റ് വരുന്നത് കൊണ്ട് തന്നെ ഇത് പാരലായിട്ട് വർക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യം സീരീസ് ആയിട്ട് അടിച്ച് നോക്കിയിട്ട് ഓക്കെ ആണെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കത് താഴേക്ക് സ്വിച്ച് താഴേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് പാരലായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ് ഒരു ടെസ്റ്റിംഗ് സ്വിച്ച് ബോർഡ് ഉണ്ടാക്കുന്ന വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.